ഡീമൺ സ്ലെയർ സീസൺ 4 ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. അനിമയാണത് കുറേ ഫ്രണ്ട്സും ഡീമൺ സ്ലെയറിനെ പറ്റി കേട്ടിട്ട് ഈ ഒരു അനിമയായിരുന്നു കാണുന്നുണ്ട്. അത്രയ്ക്കും ഒരു പോപ്പുലർ ആയിട്ടുള്ള അനിമയാണ് ഡീമൺ സ്ലെയർ. അപ്പോൾ നിങ്ങൾ ഡീമൺ സ്ലെയർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് ക്യാരക്ടർ ആരാണെന്നുള്ളത് ഇപ്പോൾ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഡീമൺ സ്ലെയറിൻ്റെ എപ്പിസോഡ് വൈസ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. ഡീമൺ സ്ലെയറിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് അഷ്റാസ്. ഡീമൺ സ്ലെയർ സ്റ്റാർട്ടിംഗ് ടൈമിലൊന്നും ഈ ഒരു അഷ്റാസിനെ വലുതായിട്ട് കാണിച്ചു കാണൂല. പിന്നീട് കുറച്ചങ്ങോട്ടാകുമ്പോൾ ഓരോ അഷ്റാസ് ആയിട്ട് റിവീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെ ഓരോ അഷ്റാസിനെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര മിസ്റ്ററി ആയിട്ടും പവർഫുൾ ആയിട്ടും തോന്നും. പിന്നീട് അങ്ങോട്ട് സീസൺ 4 ഒക്കെ ആയപ്പോൾ നമുക്ക് മെയിൻ ക്യാരക്ടറായ ടാഞ്ചിറോ, സെനീറ്റ്സു, ഇനോസുകെ ഇവരെല്ലാവരെയും നമുക്ക് ഫേവററ്റ് ആയിട്ടിരിക്കുന്ന ക്യാരക്ടർ അഷ്റാസ് ആയിരിക്കും. അത്രയ്ക്കും നൈസായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എല്ലാ അഷ്റാസിനെയും ഓരോ അഷ്റാസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രീതിങ് സ്റ്റൈൽ യൂസ് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ എല്ലാവരെയും പവർ ലെവൽസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അഷ്റാസ് എല്ലാവരെയും വീക്കസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് വെച്ച് റാങ്കിങ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്നും കാണാൻ സാധിക്കും. നമ്പർ 9 പ്ലേസിലുള്ളത് അഷ്റാസിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള അഷ്റയാണ് ഷിനോബോ കോച്ചോ. ഷിനോബോ കോച്ചോ ഇത്ര വീക്കസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഷിനോബോയ്ക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഷിനോബോ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽ. ഇൻസെക്ട് ബ്രീത്തിങ് ആണ് ഷിനോബോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷിനോബോ കോച്ചോ ഓരോ വട്ടവും ഡീമൻസിലൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡീമൻസിന്റെ തല ബീഹെഡ് ചെയ്തല്ല കൊല്ലുന്നത്. അതിന് പകരം ചെയ്യുന്നത് ഷിനോബോയുടെ സ്വോർഡിൽ കുറച്ച് പോയിസൺസ് മിക്സ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഡീമൻസിനെ അത് വെച്ച് അറ്റാക്ക് ചെയ്യും. ആ ഒരു പോയിസൺ ഡീമൻസിന്റെ ശരീരത്ത് കൊള്ളുമ്പോൾ അത് അഫക്റ്റ് ആയി ഇൻഫെക്ഷൻ ആയാണ് ഡീമൻസ് മരിക്കുന്നത്. ഷിനോബോ ഫിസിക്കലി മാത്രമാണ് വീക്ക്. സ്പീഡ് ആൻഡ് അജൈലിറ്റി വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് അഷ്റ ഷിനോബോ കോച്ചോ ആണ്. ഓരോ ഇൻസ്റ്റന്റിൽ തന്നെ ഷിനോബോ കോച്ചോയ്ക്ക് മൂവ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സ്പീഡ് ആൻഡ് അജൈലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ഷിനോബോ കോച്ചോ. ആരെക്കൊണ്ടും തൊടാൻ പോലും പറ്റൂലെന്ന് വിചാരിച്ചിരുന്ന ഡീമനെ കൊല്ലുന്നത് ഷിനോബോ കോച്ചോ ആണ്. മാങ്ക വെച്ച ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം ആ ഒരു ഡീമൻ ആരാണെന്ന്. അല്ലാത്തവർ ഒരു സീസണോട് വെയിറ്റ് ചെയ്യുക. അനിമയായിട്ട് കാണുന്നത് കുറച്ചുകൂടെ വർത്താണ്. ഷിനോബോ കോച്ചോ ഫിസിക്കലി വീക്ക് ആയതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തത്. ഷിനോബോ കോച്ചോയ്ക്ക് ഇൻഫിനിറ്റി കാസിൽ ആർക്കൊക്കെ എത്തിയപ്പോൾ ബാക്കിയുള്ള എല്ലാ അഷ്റാസും ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൻ ചെയ്യും. ഈ ഒരു മാർക്ക് എന്തിനാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറക്കാതെ തന്നെ അതോട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള അഷ്റാസ് എല്ലാവരും റെഡ് സ്വോർഡ് അവേക്കൻ ചെയ്തിട്ടുണ്ടാവും. സാധാരണ സ്വോർഡിനേക്കാളും 4 or 5 ടൈംസ് പവർഫുൾ ആയിട്ടുള്ള സ്വോർഡാണ് റെഡ് സ്വോർഡ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ റെഡ് സ്വോർഡ് അവേക്കൻ ആകുന്നത്. ഇതേപോലുള്ള വേറൊരു എബിലിറ്റിയും കൂടെ ഉണ്ട്. അതാണ് ട്രാൻസ്പാരന്റ് വേൾഡ്. ഡീമൻസിന്റെ ബോഡിയിലകത്തുള്ള എല്ലാ ഓർഗൻസും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഒരു ഡീമന്റെ വീക്ക് സ്പോട്ട് കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാനും ആ ഒരു ഡീമനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊന്നും തന്നെ അവേക്കൻ ചെയ്യാത്തതുകൊണ്ടാണ് ഷിനോബോ കോച്ചോനെ വീക്കസ്റ്റ് അഷ്റ എന്ന് പറയുന്നത്. നമ്പർ 8 ഫാൻ ഫേവററ്റ് ആയ ടെങ്കൻ ഉസൂയി. ടെങ്കനെ നോർമലായിട്ട് ഫ്ലാഷിയസ് അഷ്റ എന്ന് പറയാം. അത്രയ്ക്കും കൂൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടെങ്കൻ ഉസൂയി. സീസൺ 2 ഗ്യൂട്ടറായിട്ട് ആ ഒരു ഫൈനൽ ഫൈറ്റ് കണ്ടതിന് ശേഷം എല്ലാവരും ടെങ്കന്റെ ഫാനായി കാണും. അത്രയ്ക്കും ഗൂസ് ബംസ് ആയിട്ടുള്ള ഒരു മാസ് ഫൈറ്റാണ് ഇവർ തമ്മിൽ നടന്നത്. ടെങ്കനാണ് അഷ്റാസിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്യാരക്ടർ. ടെങ്കൻ യൂസ് ചെയ്യുന്നത് സൗണ്ട് ബ്രീത്തിങ് ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക് ഡിറൈവ് ആവുന്നത് തണ്ടർ ബ്രീത്തിങ്ങിൽ നിന്നാണ്. അതേപോലെ തന്നെ ഫിസിക്കലി സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് അഷ്റയും ടെങ്കൻ തന്നെയാണ്. ഇത്രയും പവർഫുൾ ആയിട്ടും ടെങ്കനെ ഈ ഒരു പൊസിഷനിൽ ആഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഷിനോബോയ്ക്ക് പറഞ്ഞ പോലെ ടെങ്കനും ഡീമൺ സ്ലെയർ മാർക്ക്, റെഡ് സ്വോർഡും ട്രാൻസ്പാരന്റ് വേൾഡും ഇതൊന്നും തന്നെ അവേക്കൻ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അഷ്റാസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെങ്കൻ കുറച്ച് വീക്കസ്റ്റ് ആണ്. സീസൺ 3 നമ്മൾ കണ്ടിട്ടുണ്ടാവും മിറ്റ്സൂരിയും മുയിച്ചിറോ ടൊക്കിറ്റോയും ഒരു പോയിന്റിൽ വെച്ച് അപ്പർ റാങ്ക് 4 and 5 ഇവരുടെ കൂടെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഈക്വൽ ടേംസിൽ ഫൈറ്റ് ചെയ്യും. അതിൽ മുയിച്ചിറോ ടൊക്കിറ്റോ ആണെങ്കിൽ ഒറ്റയ്ക്ക് അപ്പർ റാങ്ക് 5 ഗ്യോക്കോനെ കൊല്ലുകയും ചെയ്യും. പക്ഷേ ടെങ്കൻ ഉസൂയി ആണെങ്കിൽ ഒറ്റയ്ക്ക് അപ്പർ റാങ്ക് 6 തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. ടാഞ്ചിറോ, സെനീറ്റ്സു, ഇനോസുകെ ഇവരെല്ലാവരും ഹെൽപ്പ് ഉണ്ടായിട്ട് പോലും ആ ഒരു ഫൈറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പർ റാങ്ക് 6 ഗ്യൂട്ടറോ ആണ്. ഇതുകൊണ്ട് തന്നെയാണ് ടെങ്കനെ ഈ ഒരു പ്ലേസിൽ വെക്കാനുള്ള മെയിൻ റീസൺ. നമ്പർ 7 പ്ലേസിലുള്ളത് 0 haters ഉള്ള ഒരു ക്യാരക്ടറാണ് റെങ്കോക്കു ക്യോജിറോ. ഡീമൺ സ്ലെയർ കണ്ട ഏറ്റവും അധികം ആൾക്കാരുടെ ഫേവററ്റ് ക്യാരക്ടറായിട്ട് റെങ്കോക്കു തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ക്യാരക്ടറിന്റെ റൈറ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഡീമൺ സ്ലെയർ മാങ്ക എടുത്ത് നോക്കുമ്പോൾ അതിൽ തന്നെ വളരെ കുറവായിട്ട് അപ്പിയറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് റെങ്കോക്കു ക്യോജിറോ. എന്നിട്ട് പോലും കുറച്ച് ടൈമിൽ തന്നെ ഓഡിയൻസ് എല്ലാവരെയും മനസ്സിൽ പതിയുന്ന ഒരു ക്യാരക്ടറാണ് റെങ്കോക്കു. അതേപോലെ തന്നെ റെങ്കോക്കു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
ഡീമൺ സ്ലെയർ സീസൺ 2 മൂഗൻ ട്രെയിൻ ആർക്ക് കണ്ടെല്ലാവർക്കും തന്നെ അറിയാം. അപ്പർ റാങ്ക് 3 ആയ ആക്കസേന്റെ കൂടെയാണ് റെങ്കോക്കു ഫൈറ്റ് ചെയ്തിരുന്നത്. ആക്കസ് എത്ര പവർഫുൾ ആണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഡീമൺസ് ഒക്കെ വെച്ച് ആക്കസേന്റെ കൂടെ കമ്പയർ പോലും ചെയ്യാൻ പറ്റൂല. അത്രക്കും ഒരു സ്കിൽഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഡീമനാണ് ആക്കസ. ദെൻ ആക്കസ തന്നെ എൻജോയ് ചെയ്താണ് റെങ്കോക്കുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. റെങ്കോക്കുവിന്റെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ടിട്ട് ആക്കസ തന്നെ ഷോക്കാവും. എന്നിട്ട് റെങ്കോക്കുവിന്റെ അടുത്ത് ഡീമനാവാൻ വേണ്ടിയിട്ട് കുറെ വട്ടം തർക്കിക്കുകയും ചെയ്യും. ഇതിലൂടെ മനസ്സിലാക്കാം റെങ്കോക്കു ഏത് റേഞ്ചിലുള്ള ഒരു ക്യാരക്ടറാണെന്ന്. റെങ്കോക്കു യൂസ് ചെയ്യുന്നത് വൺ ഓഫ് ദ പവർഫുൾ ബ്രീത്തിങ് ആയ ഫ്ലെയിം ബ്രീത്തിങ് ആണ്. കുറെ പേർക്കൊന്നും വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന പോലെ ഫ്ലെയിം ബ്രീത്തിങ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. ഈ ഒരു ബ്രീത്തിങ് ആ റെങ്കോക്കു ഫാമിലി വരുന്നവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഇത്ര പവർഫുൾ ആവാനുള്ള മെയിൻ കാരണം ഈ ഒരു ബ്രീത്തിങ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഡയറക്ട്ലി സൺ ബ്രീത്തിങ്ങിൽ നിന്നാണ്. ഇത് മാത്രമല്ല, ആദ്യമായിട്ട് സൺ ബ്രീത്തിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു ടെക്നിക്കാണ് ഫ്ലെയിം ബ്രീത്തിങ്. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്ത് ഡീമൻസ് എല്ലാവർക്കും തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഡാമേജ് കൊടുക്കാൻ സാധിക്കും. ഏതൊരു ഡീമനും ഈവൻ മ്യൂസാൻ തന്നെ ഫയറിന് ഇമ്മ്യൂൺ അല്ല. അപ്പോൾ ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ ഡീമൻസിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. റെങ്കോക്കു ക്യോജിറോ ഇത്രയൊക്കെ പവർഫുൾ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ 7th പ്ലേസിൽ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഷിനോബു ആൻഡ് ടെങ്കനെ പോലെ റെങ്കോക്കുവും ഏതൊരു ഡീമൺ സ്ലെയർ മാർക്കും അൺലോക്ക് ചെയ്തിട്ടില്ല. റെങ്കോക്കു മാത്രം ഈ ഒരു ടെക്നിക്ക് അൺലോക്ക് ചെയ്തിരുന്നെങ്കിൽ റെങ്കോക്കു ഉറപ്പായിട്ടും ഈ ഒരു ലിസ്റ്റിൽ 3rd ഇല്ലെങ്കിൽ 2nd പ്ലേസിൽ തന്നെ പോയേനെ. അത്രക്കും ഒരു പൊട്ടൻഷ്യലുള്ള അസുരയാണ് റെങ്കോക്കു ക്യോജിറോ. ഇതുമാത്രമല്ലാതെ റെങ്കോക്കുവിന് തന്റെ ഫാദർ ട്രെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. റെങ്കോക്കു സ്വന്തമായിട്ടാണ് ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ മാസ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലെയിം ബ്രീത്തിങ് ടെക്നിക് ജനറേഷൻ വൈസ് വരുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി ഫ്ലെയിം ബ്രീത്തിങ് യൂസ് ചെയ്യുന്ന എല്ലാവരും അവരുടെ ന്യൂ ജനറേഷന് ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പക്ഷേ റെങ്കോക്കുവിന്റെ ഫാദർ ഒരു ഹ്യൂജ് ഡിപ്രഷനിലായതുകൊണ്ട് തന്നെ റെങ്കോക്കുവിനെ ട്രെയിൻ ചെയ്തില്ലായിരുന്നു. റെങ്കോക്കു ക്യോജിറോ സ്വന്തമായിട്ടാണ് ഈ ഒരു ഫ്ലെയിം ബ്രീത്തിങ് ട്രെയിൻ ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഒരു അസുറായിട്ട് മാറിയത്. നമ്പർ 6 പ്ലേസിലുള്ളത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു അസുറയാണ്. ക്യൂട്ട് മാത്രമല്ല, ഫിസിക്കലി സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു അസുറയും കൂടിയാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ഗസ് ചെയ്ത് കാണും, മിറ്റ്സൂരി കനാറോജി. നോർമലായിട്ടുള്ള ഹ്യൂമൻസിനെക്കാളും മിറ്റ്സൂരി വളരെ സ്ട്രോങ് ആണ്. മിറ്റ്സൂരിയുടെ ചെറിയ വയസ്സിൽ തന്നെ നോർമൽ ഹ്യൂമൻസ് ഒന്നും പൊക്കാൻ പറ്റാത്തത്രയും വെയിറ്റ്സ് ഇല്ലാൻ തന്നെ മിറ്റ്സൂരി ലിഫ്റ്റ് ചെയ്തിരുന്നു. അത്രക്കും ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള അസുറയാണ്. സീസൺ 3ൽ ഹണ്ടെങ്കുമായിട്ട് മിറ്റ്സൂരി ഫൈറ്റ് ചെയ്യും. നോർമൽ ഹണ്ടെങ്കിൻ്റെ കൂടെ അല്ല, ഹണ്ടെങ്കിൻ്റെ തന്നെ ഏറ്റവും പവർഫുൾ വെർഷനായ സൊഹാകുട്ടൻ്റെ കൂടെ മിറ്റ്സൂരി ഫൈറ്റ് ചെയ്യും. സൊഹാകുട്ടൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമനാണ്. എന്നിട്ട് പോലും മിറ്റ്സൂരി ഈ ഒരു ഡീമന്റെ കൂടെ ഈക്വൽ ടേംസിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. ദെൻ ഒരു പോയിന്റിൽ വെച്ച് സൊഹാകുട്ടന്റെ ഏറ്റവും പവർഫുൾ അറ്റാക്കായ സോണിക് സ്ക്രീം ഡയറക്റ്റ് ആയിട്ട് തന്നെ മിറ്റ്സൂരിനെ ഹിറ്റ് ചെയ്യും. എന്നിട്ട് പോലും മിറ്റ്സൂരിക്ക് ഒരു ചെറിയ ഇഞ്ചുറി പോലും പറ്റൂല. ഇതുമാത്രമല്ലാതെ മിറ്റ്സൂരി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മിറ്റ്സൂരിനെ ഈ ഒരു ലിസ്റ്റിൽ 6th പ്ലേസിൽ ആഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡീമൺ സ്ലെയർ കറന്റ് ജനറേഷനിൽ 3rd ആയിട്ട് ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൻ ചെയ്ത ഒരു അസുറയാണ് മിറ്റ്സൂരി കനാറോജി. മിറ്റ്സൂരി യൂസ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രീത്തിങ് സ്റ്റൈലാണ്. ലവ് ബ്രീത്തിങ് ടെക്നിക്. മിറ്റ്സൂരി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ടെക്നിക് തന്നെയാണിത്. ഫ്ലെയിം ബ്രീത്തിങ്ങിൽ നിന്നാണ് ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ ഡിറൈവ് ആയേക്കുന്നത്. നമ്പർ 5th പ്ലേസിലുള്ളത് കുറെ പേരുടെയും ഒരു ഫേവററ്റ് ക്യാരക്ടർ ആയിരിക്കാം. ബേസിക്കലി ഇൻട്രോവേർട്സ് എല്ലാവർക്കും കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയാക്ക ഗിയു. ഒരു പക്ക സൈലന്റ് ആൻഡ് പേഷ്യൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയോക്ക. നിങ്ങളൊരു ടൊമിയോക്ക ഫാൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക. ടൊമിയോക്ക ഗിയു യൂസ് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. വാട്ടർ ബ്രീത്തിങ് ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് വാട്ടർ ബ്രീത്തിങ്. ടൊമിയോക്ക ഗിയു ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് പെർഫെക്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീത്തിങ് സ്റ്റൈലിലുള്ള എല്ലാ ഫോംസും ടൊമിയാക്ക ഗിയുവിന് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി വാട്ടർ ബ്രീത്തിങ്ങിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോംസ് മാത്രമല്ലാതെ ടൊമിയാക്ക ഗിയു പുതിയതായിട്ട് 11th ഫോമായ ഡെത്ത് കാം എന്ന് ഒരു പുതിയ ഫോം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ടാഞ്ചറോ വേഴ്സസ് ലോവർ റാങ്ക് 5 ആയ റൂയി ആയിട്ട് ഒരു ഫൈറ്റ് നടക്കും. ആ ഒരു ഫൈറ്റിൽ ടൊമിയാക്ക ഗിയു ഈ ഒരു ഫോം യൂസ് ചെയ്താണ് റൂയിനെ ബീറ്റ് ചെയ്യുന്നത്. ടാഞ്ചറോ ആണെങ്കിൽ അത്രയും നേരം റൂയിനോട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെടും. പക്ഷേ ടൊമിയാക്ക ഗിയു എൻ്റർ ആയതിനു ശേഷം ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ റൂയിന്റെ തല ബീഹഡ് ചെയ്യും. അത്രക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ് 11th ഫോമായ ഡെത്ത് കാം. ഇനി കുറച്ചങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആക്കാസ വേഴ്സസ് ടൊമിയാക്ക ഗിയു ഈ ഒരു ബാറ്റിൽ നടക്കും. അവിടെ വെച്ചാണെങ്കിൽ ആക്കസേന്റെ ബ്ലഡ് ഡീമൻ ആർട്ടെല്ലാം തന്നെ ഈ ഒരു 11th ഫോം വെച്ചിട്ട് ടൊമിയാക്ക ഗിയു സ്റ്റോപ്പ് ചെയ്യും. ബേസിക്കലി പറയുവാണെങ്കിൽ ഡീമൺ സ്ലെയർ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ടെക്നിക്കാണ് ഈ ഒരു ഡെത്ത് കാം. ഇതുമാത്രമല്ലാതെ സ്പോർട്സ്മാൻഷിപ്പിലും ടൊമിയാക്ക ഗിയു എപ്പോഴും പീക്കിലാണ്. ഏറ്റവും അധികം ഫൈറ്റിംഗ് സ്കില്ലുള്ള ഒരു അസുറ എന്നും ടൊമിയാക്ക ഗിയുവിന് പറയാം. അത്രയ്ക്കും കിടിലമായിട്ടാണ് ടൊമിയാക്ക ഗിയു സ്വോർഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടൊമിയാക്ക ഗിയുവിന്റെ എൻഡ്യൂറൻസ്. ഇൻഫിനിറ്റി കാസ്റ്റിലൊക്കെ ആകുമ്പോൾ ടൊമിയാക്ക ഗിയു ആദ്യമേ ഫൈറ്റ് ചെയ്യുന്നത് അക്കാസിനോടെയാണ്. എന്നിട്ടാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മൂസാനോട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷവും ഡീമൺ കിങ് ടാഞ്ചറിനോടെയും ഈ 3 പവർഫുൾ ആയിട്ടുള്ള ഡീമൻസിനോടെയും നിന്ന് ഫൈറ്റ് ചെയ്യും. അത്രയ്ക്കും ഒരു എൻഡ്യൂറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ടൊമിയോക്ക. പിന്നീട്
ഹാഷിറാസ് എല്ലാവരും ചെയ്തിരിക്കേണ്ട ആ ഒരു ക്രൈറ്റീരിയ ടോമിയോക്ക ഗിയും ചെയ്തിട്ടുണ്ട്. ആക്കസയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ടോമിയോക്ക ഗിയു ആണെങ്കിൽ ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൻ ചെയ്യും. അതിനുശേഷം 4 to 5 ടൈംസ് പവർഫുൾ ആയിട്ട് ആക്കസന്റെ കൂടെ തന്നെ നിന്ന് ഈക്വൽ ടൈംസ് ഫൈറ്റ് ചെയ്യും. ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ടോമിയോക്ക ഗിയുവിനെ നമ്പർ 5th ആഡ് ചെയ്തത്. അടുത്തത് നമ്പർ 4th പ്ലേസിലുള്ളത് യങ്ങസ്റ്റ് അഷുറ എന്നറിയപ്പെടുന്ന മുയിച്ചിറോ ടൊക്കീറ്റോ. പറഞ്ഞ പോലെ തന്നെ മുയിച്ചിറോ ഒരു കിഡാണ്. ടാഞ്ചുറോനേക്കാളും വയസ്സ് കുറവാണ് മുയിച്ചിറോ ടൊക്കീറ്റോയ്ക്ക്. ഡീമൺ സ്ലെയർ കോർപ്സിൽ തന്നെ മുയിച്ചിറോ ടൊക്കീറ്റോനെ പോലെ ഇത്ര യങ്ങായിട്ടുള്ള ഒരു അഷുറ വേറെ ആരും തന്നെ ആയിട്ടില്ല. ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് മുയിച്ചിറോ ടൊക്കീറ്റോന്റെ ആൻസിസ്റ്റേഴ്സ് ആണ്. അപ്പർ റാങ്ക് 1 ഡീമനായ കോക്കോഷുബു ആയിരുന്നു മുയിച്ചിറോ ടൊക്കീറ്റോന്റെ ആൻസിസ്റ്റർ ആയിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് കോക്കോഷുബു ഒരു ഹ്യൂമൻ ആയിരുന്നു. മിച്ചിക്കാത്സു എന്നായിരുന്നു കോക്കോഷുബുവിന്റെ പേര്. പിന്നീട് കോക്കോഷുബു ഹ്യൂമനിൽ നിന്ന് ഒരു ഡീമനായതിനു ശേഷം തന്റെ ഫാമിലിനെ അബാൻഡൻ ചെയ്യും. അതിനുശേഷം ആ ഒരു ഫാമിലിയിൽ നിന്ന് ജനറേഷൻ വൈസ് വന്നിരുന്ന ഒരു കിഡാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. സുഗുകുനി ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആയിട്ട് മാറിയത്. ഇത് മാത്രമല്ലാതെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അപ്പർ റാങ്ക് 5 ആയ ഗ്യോക്കോനെ തന്നെ വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രക്കും ഒരു പൊട്ടൻഷ്യലുള്ള ഹഷുറയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. ആ ഒരു ഫൈറ്റിൽ വെച്ച് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തത്. ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം അപ്പർ റാങ്ക് ഡീമനെ തന്നെ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ടാകും. വെറും 13 വയസ്സിൽ തന്നെ മുയിച്ചിറോ ടൊക്കീറ്റോ ഇത്ര പവർഫുൾ ആണെങ്കിൽ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ എത്ര പവർഫുൾ ആയിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇത് മാത്രമല്ലാതെ 2 മാസം കൊണ്ട് വെറും 2 മാസം കൊണ്ട് തന്നെ ഒരു ഡീമൺ സ്ലെയറിൽ നിന്ന് അഷുറ ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഡീമൺ സ്ലെയർ കോർപ്സിൽ തന്നെ 2 പേരെ ചെയ്തിട്ടുള്ളൂ. അതിലൊരാളാണ് മുയിച്ചിറോ ടൊക്കീറ്റോ. ഇനി അങ്ങോട്ട് ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കൊക്കെ എത്തുമ്പോൾ മുയിച്ചിറോ ടൊക്കീറ്റോ ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കോക്കോഷുബിന്റെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്യും. കോക്കോഷുബിന്റെ റേഞ്ച് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് മുയിച്ചിറോ ടൊക്കീറ്റോനെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 4ൽ ആഡ് ചെയ്തത്. ഇനി നമ്പർ 3ലുള്ളത് ദ സെർപ്പന്റ് അഷുറ ഇഗുറോ ഒബാനായി. ബാക്കിയുള്ള അഷുറാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വിയേർഡസ്റ്റ് ആയിട്ടും കോൾഡസ്റ്റ് ആയിട്ടുമുള്ളൊരു അഷുറയാണ് ഒബാനായി. റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ അഷുറ ട്രെയിനിങ് ആർക്കിലെ എപ്പിസോഡ് 5ൽ ഒബാനായിനെ പറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. കുറെ പേരും ഈ ഒരു ക്യാരക്ടർ ഇത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂല. കാരണം ഇവരാരും തന്നെ മാങ്ക വെച്ചിട്ടില്ല. മാങ്ക വെച്ചവർക്കറിയാം ഇഗുറോ ഒബാനായി എത്ര OP ക്യാരക്ടർ ആണെന്ന്. ഒബാനായി യൂസ് ചെയ്യുന്നത് സെർപ്പൻ ബ്രീത്തിങ് എന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വിയേർഡസ്റ്റ് ആയിരിക്കും. അതേപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലും കൂടിയാണ് ഈ ഒരു സെർപ്പൻ ബ്രീത്തിങ്. ഒബാനായിനെ അനിമയിൽ ഇതുവരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കുറെ പേർക്കും ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തത്. ഒരു പോയിന്റിൽ വെച്ച് ഇഗുറോ ഒബാനായി ആണെങ്കിൽ മൂസാൻ കിബുത്സുജിനോട് തന്നെ ഫൈറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് ബാക്കിയുള്ള അഷുറാസ് എല്ലാവരും ടയേർഡായി റെസ്റ്റ് എടുക്കുമ്പോൾ ഒബാനായി മാത്രം ഒറ്റയ്ക്ക് നിന്ന് മൂസാന്റെ അറ്റാക്സ് എല്ലാം സർവൈവ് ചെയ്യും. അതേപോലെ തന്നെ മൂസാനെ തന്നെ ടഫ് കൊടുക്കും. ആ ഒരു ഫൈറ്റിലാണെങ്കിൽ ഡീമൺ സ്ലെയർ മാർക്ക് ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഒബാനായി അവേക്കൻ ചെയ്യും. അതിനുശേഷം ആ ഒരു ഫൈറ്റിൽ വെച്ച് ഒബാനായിന്റെ 2 കണ്ണും പോകും. എന്നിട്ട് പോലും ഒട്ടും തന്നെ ഹെസിറ്റേറ്റ് ചെയ്യാതെ മൂസാൻ കിബുത്സുജിനോട് തന്നെ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ 1-2 വട്ടവും ടാഞ്ചുറോന്റെ ജീവനും രക്ഷിക്കും. ഇതെല്ലാം കൊണ്ടാണ് ഇഗുറോ ഒബാനായിനെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 3rd പ്ലേസിൽ ആഡ് ചെയ്തത്. നമ്പർ 2nd പ്ലേസിലുള്ളത് വിൻഡ് അഷുറ സനേമി ഷിനസുഗാവ. ഏറ്റവും ഡാർക്കസ്റ്റ് ബാക്ക് സ്റ്റോറിയുള്ള ഒരു ക്യാരക്ടറാണ് സനേമി. ഇതെല്ലാവരും അനിമെ തന്നെ കണ്ടു കാണും. അതിനുശേഷമാണെങ്കിൽ സനേമി കുറേയൊക്കെ വർക്ക് ചെയ്ത് ഒരു അഷുറ ലെവൽ ഡീമൺ സ്ലെയർ ആയിട്ടുണ്ടാകും. സനേമി യൂസ് ചെയ്യുന്നത് വിൻഡ് ബ്രീത്തിങ് ആണ്. സനേമി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ് വിൻഡ് ബ്രീത്തിങ്. അതുമാത്രമല്ല ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ വരുന്ന എല്ലാ ഫോംസും ഭയങ്കര പവർഫുൾ ആണ്. ഒരു പോയിന്റിൽ വെച്ച് കോക്കോഷുബുവിനോട് തന്നെ സനേമി ഷിനസുഗാവ ഒറ്റയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യും. അതിലാണെങ്കിൽ കോക്കോഷുബുവിന്റെ ഓരോ അറ്റാക്കും ഈ ഒരു വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്ത് സനേമി സ്റ്റോപ്പ് ചെയ്യും. ഇതുമാത്രമല്ലാതെ ഒരു റൂത്ത്ലെസ് ക്യാരക്ടറാണ് സനേമി ഷിനസുഗാവ. സ്റ്റാർട്ടിംഗ് ടൈമിലൊന്നും സനേമി തന്റെ സ്വോർഡ് വെച്ചല്ല ഫൈറ്റ് ചെയ്തിരുന്നത്. ഡീമൻസിനെ കാണുമ്പോൾ തന്റെ കൈകൊണ്ട് തന്നെ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലും. ഇതുകൊണ്ട് തന്നെ ഡീമൻസിനാണെങ്കിൽ സനേമിനെ കണ്ട പേടിയാണ്. ടോൾ കിസുക്കി ലെവൽ ഡീമൻസ് ഒന്നുമല്ല, അല്ലാത്ത സാധാരണ ഡീമൻസ് എല്ലാം സനേമിനെ കണ്ട് പേടിക്കും. അത്രക്കും ഒരു ബ്രൂട്ടൽ ക്യാരക്ടർ എന്ന് തന്നെ സനേമിനെ പറയാം. ഇതുമാത്രമല്ലാതെ സനേമി ആണെങ്കിൽ അപ്പർ റാങ്ക് 1 കോക്കോഷുബിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ മൂസാന്റെയും ഫൈറ്റ് ചെയ്യും. ഇതിലൂടെ മനസ്സിലാക്കാം സനേമിയുടെ ആ ഒരു എൻഡൂറൻസ് ഏത് ലെവലിലാണെന്ന്. സനേമിക്കുള്ളത് ഒരു റെയർ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ആണ്. മറേച്ചി ബ്ലഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഒരു ബ്ലഡ് ടൈപ്പ് ഡീമൻസിനെ നല്ലതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും. ഒരു പോയിന്റിൽ വെച്ച് ഡീമൻസിനെ അൺകോൺഷ്യസ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും.
ഇതുമാത്രമല്ലാതെ സനേമിയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. തേർഡ് സ്ട്രോങ്ങസ്റ്റ് അസുര എന്നാണ് സനേമിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ നല്ല സ്പീഡ് ആൻഡ് അജൈലിറ്റിയും സനേമിക്കുണ്ട്. പിന്നീട് സ്റ്റാമിന നോക്കുമ്പോൾ സനേമിയാണെങ്കിൽ ടൊമിയാക്ക ഗിയുൻഡോയുടെ ടീമപ്പ് ചെയ്തിട്ടാണ് മൂസാനോട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫൈറ്റിൽ ഇവരാണെങ്കിൽ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ചെയ്യും. മൂസാന് ഡിഫെൻഡ് ചെയ്യാൻ പോലും സമയം കൊടുക്കൂല. അത്രക്കും ഹാർഡായിട്ടാണ് സനേമി ഫൈറ്റ് ചെയ്തിരുന്നത്. ഇതെല്ലാം കൊണ്ടാണ് സനേമിനെ ഈ ഒരു ലിസ്റ്റിൽ നമ്പർ 2 ആഡ് ചെയ്തത്. ഇനി നമ്പർ 1 ആരാന്ന് നോക്കുമ്പോൾ ഡീമൺ സ്ലെയർ കറന്റ് ജനറേഷനിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അസുരയാണ്. ദ സ്റ്റോൺ പില്ലർ ഹിമജിമ ഗയോമെ. ഗയോമെ ഇത്രയും പവർഫുൾ ആവാൻ ഒരു മെയിൻ റീസൺ ആണ് ഗയോമെ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽ. പവർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ബ്രീത്തിങ് ആണ് ഗയോമെ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ബ്രീത്തിങ് ആണെങ്കിൽ ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈൽ പോലല്ല, ബ്രൂട്ടലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്റ്റൈലാണിത്. ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് ഓരോ ഫോംസും യൂസ് ചെയ്യുമ്പോൾ എർത്ത്ക്വേക്ക് ആണ് സംഭവിക്കുന്നത്. അത്രയും വലിയൊരു ഫോഴ്സ് ആണ് സ്റ്റോൺ ബ്രീത്തിങ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോക്കോഷുബുവിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിൽ കോക്കോഷുബു എന്നെ പ്രൈസ് ചെയ്തിട്ടുണ്ടാകും. ഗയോമിനെ പോലെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അസുരനോട് ഫൈറ്റ് ചെയ്തിട്ട് 300 വർഷമായെന്ന്. അപ്പർ റാങ്ക് 1 ഡീമൻ ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ ആ റേഞ്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഗയോമി ഒരു ബ്ലൈൻഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് എവിടെയും തന്നെ കാണാൻ സാധിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗയോമി യൂസ് ചെയ്യുന്ന വെപ്പൻ ബാക്കിയുള്ള അസുരാസ് യൂസ് ചെയ്യുന്ന പോലെ ഒരു സ്വോർഡല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി വെപ്പൻ വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കാരണം ബാറ്റിൽസിലെല്ലാം വലിയൊരു അഡ്വാൻറ്റേജ് ഗയോമിക്ക് കിട്ടുന്നുണ്ട്. ഈ എല്ലാ റീസൺ കൊണ്ടാണ് ഗയോമിനെ ദ സ്ട്രോങ്ങസ്റ്റ് അസുര എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഏത് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ടേക്ക് കെയർ. ചെസ്.